ഇതാരാ ഈ സമയത്ത്? ഹലോ ഋതിക മാഡം. ഹലോ മിസ്റ്റർ കല്യാണരാമൻ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അപ്പോ മാഡം മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഞാൻ വിളിച്ചല്ലേ? ഈ രാജുവിനപ്പോ 100 ആയുസ. അതെ അതെ, സമ്മതിച്ചു. അല്ല, എന്ത് ചെയ്യാ? പഠിക്കണോ അതോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ? ഉറങ്ങാനോ? അതും നാളെ എക്സാം ആയിട്ട്? ഞാൻ പഠിക്കായിരുന്നു. ഗുഡ്. എന്റെ സ്റ്റുഡന്റിനോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അല്ല, എന്തിനാ മാഡം എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചത്? അതെ, എനിക്കൊരു ഡൗട്ട്. ഈ കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? എക്സാം ആയിട്ട് ഇങ്ങനെയുള്ള വിളച്ചിൽ ആലോചിച്ചോണ്ടിരുന്നാലേ എക്സാം കഴിയുമ്പോ കിട്ടും ഒരു വലിയ ആനമുട്ട. മര്യാദക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കരുത് മാഡം. ഇരുന്ന് പഠിച്ചു പഠിച്ച് എന്റെ തല പെരുത്തു. അപ്പൊ എനിക്ക് തോന്നി രാജുവിനെ വിളിച്ച് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യണോന്ന്. മാഡത്തിന് ഇറിറ്റേറ്റ് ആക്കാനേ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ അപ്പുല്ലേ? ആ അംബിക മാഡവും ദീപക്കും ഇല്ലേ? എന്ത് ചെയ്യാനാ രാജു, ഒരു പ്രശ്നം വന്നാലും സന്തോഷം വന്നാലും ആദ്യം നിന്റെ മുഖമല്ലേ എന്റെ മനസ്സിലേക്ക് വരൂ. അതങ്ങ് ശീലമായി പോയതുകൊണ്ടാ. അയ്യോ മാഡം ഇങ്ങനെ പുകഴ്ത്തല്ലേ. പുകഴ്ത്തല് കേട്ടാലേ എനിക്ക് ചിലപ്പോ നാണം വരും. അയ്യോ രാജു, വേണ്ട. അത് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഓ, എനിക്കേ 5th ചാപ്റ്ററിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഡൗട്ട്സ് എന്താന്ന് വെച്ചാ ചോദിക്കും മാഡം. ഉത്തരം ഞാനേ പടാന്ന് പറയാം. പടാന്ന് പറഞ്ഞ പോരാ, ഡൗട്ട്സ് ക്ലിയർ ചെയ്തതാ. ചോദിക്കുന്നേ. കഴിഞ്ഞ മാഡം? കഴിഞ്ഞു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? എങ്കിൽ രാജു കോള് കട്ട് ചെയ്തോ. ഒന്നൂടെ ഞാൻ എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇടയ്ക്ക് എന്ത് ഡൗട്ട് വന്നാലും വിളിച്ച് ചോദിക്കണം കേട്ടോ. അപ്പോ രാജുന് ഉറങ്ങണ്ടേ? അതൊന്നും സാരമില്ല. മാഡം പഠിച്ചു കഴിയുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ബൈ മാഡം. അമ്മേ, എന്താ മേഡം അടുത്ത ഡൗട്ട്? ഞാൻ പഠിച്ചു തീരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവൂന്ന് സാറ് പറഞ്ഞിരുന്നതല്ലേ? ഉണ്ടോ അതോ ഉറങ്ങിയോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ ബോധ്യമായല്ലോ. ഓ, ബോധ്യമായേ. എങ്കിലേ മാഡം പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ്. സമയം ഒരുപാട് വൈകി. ശരി സർ, എങ്കിൽ ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ് മാഡം.